ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ SSLC ഇംഗ്ലീഷിലെ ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്റർ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. എക്സാമിൽ ഏത് ഡിസ്കോഴ്സ് വന്നാലും ഈ ഒരു സമ്മറി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിസ്കോഴ്സ് എഴുതി ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ചാപ്റ്ററിലെ എല്ലാ ഡീറ്റെയിൽസും വളരെ ഷോർട്ടായിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഇൻ ദി ആറ്റിക് ആണ്, ബൈ വ്ളാഡിസ്ലാവ് സ്പിൽമൻ എന്നുള്ള പേര് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, കാരണം അദ്ദേഹമാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ. ചാപ്റ്ററിൽ എന്താണ് സംഭവിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. സ്പിൽമാൻ ഈസ് എ പോളിഷ് ജൂ. അപ്പോൾ ഒരു പോളണ്ടിൽ നിന്നുള്ള ഒരു ജൂ ആയിരുന്നു, ഒരു ജൂതനായിരുന്നു. ആൻഡ് എ പിയാനിസ്റ്റ്, അദ്ദേഹം ഒരു പിയാനിസ്റ്റും കൂടിയായിരുന്നു, പിയാനോ വായിക്കുന്ന ആളായിരുന്നു. ഹീ ഈസ് ഹൈഡിങ് എലോൺ ഇൻ എ റൂയിൻഡ് ബിൽഡിംഗ് ഇൻ വാർസോ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരു റൂയിൻഡ് ബിൽഡിംഗ്, ഒരു പൊളിഞ്ഞു പോയ ഒരു ബിൽഡിങ്ങിൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഒളിച്ചിരിക്കുകയാണ്. ആരിൽ നിന്ന്? ഈ ജർമ്മൻ സോൾജേഴ്സിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഒരു ജൂതനായിരുന്നു. അപ്പോൾ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൊല്ലും, അതുകൊണ്ട് ഒളിയെ ഒളിച്ചിരിക്കുകയായിരുന്നു. വൺ ഡേ അല്ലെ പിടിച്ചിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിടും. വൺ ഡേ ജർമ്മൻ ഓഫീസർ ഫൈൻസ്, ഒരു ജർമ്മൻ ഓഫീസർ ഇയാളെ കണ്ടെത്തി. സ്പിൽമൻ ഇസ് ടെറിഫൈഡ്, അയാൾ പേടിച്ചു. ബട്ട് ദി ഓഫീസർ സേസ് ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. പക്ഷെ ആ ഓഫീസർ ഒരു പാവം മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്നും ചെയ്യണ്ട, കൊല്ലാനും പോകുന്നില്ല, നിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒന്നും ഇടാൻ പോകുന്നില്ല, നീ പേടിക്കണ്ട. ഹി ആസ്ക്ഡ് സ്പിൽമൻ വാട്ട് ഹി ഡസ്. അയാൾ ചോദിച്ചു, നിന്റെ പണി എന്താ എന്ന് ചോദിച്ചു. Spilman says he's a pianist. ഒരു പിയാനിസ്റ്റ് ആണ്. And the officer asks him to play. ഓഫീസർ പറഞ്ഞാൽ കുറച്ച് പിയാനോ വായിച്ചേ. His fingers shake. അയാൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. And they are stiff and dirty. ഭയങ്കര സ്റ്റിഫും ഡേർട്ടിയുമാണ്. കാരണം എന്താണ്? കുറേ ദിവസമായിട്ട് ഒളിച്ചിരിക്കുകയാണ്, വേറെ പരിപാടി ഒളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ. ഭയങ്കര പേടിച്ചിരിക്കുന്നതുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ സ്റ്റിഫാണ്. ബിക്കോസ് ഹി ഹാസ് നോട്ട് പ്രാക്ടീസ് ഫോർ 2.5 years. മാത്രമല്ല 2 വർഷമായിട്ട് 2.5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിയാനോ വായിക്കാനൊരു ബുദ്ധിമുട്ട്, പ്രാക്ടീസ് ചെയ്തില്ല, കൈയൊക്കെ ഇങ്ങനെ പറിച്ചിരിക്കുക, പേടിയുണ്ട്. സ്റ്റിൽ ഹി പ്ലേസ് ഷോപ്പൈൻസ് നോക്ചറിൻ സി ഷാർപ്പ്. ഒരു പിയാനോ പീസിൻ്റെ പേരാണ് ഷോപ്പൈൻ എന്ന് പറഞ്ഞ ഒരു കമ്പോസറിൻ്റെ. അത് വായിച്ചു കൊടുത്തു ഇയാൾ, ഈ പിയാനോ പീസ് വായിച്ചു. ദി ഓഫീസർ ലേൺസ് ദാറ്റ് സ്പിൽമൻ ഇസ് എ ജൂ, ഒരു ജൂതനാണെന്ന് മനസ്സിലായി. ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് വൈ ഹി കനോട്ട് ലീവ്. അതുകൊണ്ടാണ് ഇവനെ ഇവിടുന്ന് ഓടിവിടത്തുനിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത കാര്യം മനസ്സിലായി. ഹി ലുക്സ് അറ്റ് ദി ആറ്റിക് ആൻഡ് ഫൈൻഡ്സ് എ ലോഫ്റ്റ് അബൌട്ട് ദി എൻട്രൻസ് വിച്ച് ഇസ് എ മച്ച് സേഫർ പ്ലേസ്. അപ്പോൾ ഓഫീസർ പറഞ്ഞു, ആ തട്ടുംപുറത്ത് കയറി നിന്നാൽ അവിടെ കുറച്ചുകൂടി നല്ലതാണ്, ആരും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു. ഹി ആസ്ക്ഡ് സ്പിൽമൻ ഇഫ് ഹി ഹാസ് ഫുഡ്. ഭക്ഷണം കണ്ടോ എന്ന് ചോദിച്ചു. സ്പിൽമൻ സേസ് നോ, ഭക്ഷണം ഇല്ലാന്ന് പറഞ്ഞു. ആൻഡ് ഇഫ് ഓഫീസർ പ്രോമിസസ് ടു ബ്രിങ് സം. ഓഫീസർ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കൊണ്ടുവരാം, നീ ഒളിച്ചിരുന്നോ എന്ന് പറഞ്ഞു. വെൻ സ്പിൽമൻ ആസ്ക്ഡ് ഇഫ് ഹി ഈസ് ജർമ്മൻ, ദി ഓഫീസർ ഓൾമോസ്റ്റ് ഷൗട്ട്സ് ദാറ്റ് ഹി ഈസ്. സ്പിൽമൻ ചോദിച്ചു, നിങ്ങളൊരു ജർമ്മൻ സോൾജർ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ ഞാൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഹി ഈസ് അഷെയിംഡ് ഓഫ് ഇറ്റ്, എനിക്ക് അതിലൊരു നാണക്കേടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദ 3 days later the officer comes back with bread and jam. ബ്രെഡും ജാമും ഒക്കെ ആയിട്ട് 3 ദിവസം കഴിഞ്ഞ് വന്നു. He tells Spilman to hang on, പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. ആൻഡ് says the war will be over by spring. സ്പ്രിംഗ് ആകുമ്പോഴത്തേക്കും ഈ യുദ്ധമൊക്കെ തീരുന്നു പറഞ്ഞു, പേടിക്കണ്ട പറഞ്ഞു. ലോങ് ഹോപ്പ്ലെസ് വീക്സ് പാസ്. അങ്ങനെ കുറേ ആഴ്ചകൾ ഇങ്ങനെ കടന്നുപോയി. On 12 December the officer comes for the last time. അവസാനമായിട്ട് ഓഫീസർ വന്നു 12 ഡിസംബറിന്. ഹി ബ്രിങ്സ് മോർ ബ്രെഡ് ആൻഡ് വാം കോട്ട് ആൻഡ് സേസ് ഹീസ് ലീവിങ് വാർസോ. അപ്പോൾ വാർസോ എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റി, അയാളുടെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? വെൻ സ്പിൽമൻ ആസ്ക്ഡ് ഹൗ ഹി വിൽ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ദ ഓഫീസർ സേസ് ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫേർണോ. ഇൻഫേർണോ എന്നാണ് ഈ നരകം പോയ. ഫോർ ഓവർ 5 years, 5 വർഷമായിട്ട് നമ്മൾ ഈ നരകം സർവൈവ് ചെയ്യല്ലേ. ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അപ്പോൾ 5 വർഷമായിട്ട് നമ്മൾ ഈ നരകം സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡയലോഗ് ഓർത്ത് വെച്ചോ. പരീക്ഷയിൽ ഈ ചാപ്റ്റർ ബേസ്ഡ് ഡയറി എൻട്രിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡയലോഗ് എഴുതിയൊക്കെ നല്ലതായിരിക്കും. ഈ ഒരു ഡയലോഗ് പറഞ്ഞു എന്നുള്ള കാര്യം എന്ത് വന്നാൽ, റൈറ്റപ്പ് വന്നാൽ എന്ത് വന്നാൽ ഈ ഡയലോഗ് എന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ ടീച്ചറെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ ശരിക്കും പഠിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ. സ്പിൽമൻ വാണ്ട്സ് ടു താങ്ക് ഹിം, സോ ഹി ടെൽസ് ഹിസ് നെയിം ആൻഡ് ആസ്ക്സ് ഹിം ടു റിമെമ്പർ. ഈ എൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചോ. സ്പിൽമൻ, പോളിഷ് റേഡിയോയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഹി ക്യാൻ ഹെൽപ്പ് ഹിം വൺ ഡേ. എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞു. ക്രിസ്മസ് ആൻഡ് ദ ന്യൂ ഇയർ ഓഫ് 1945 പാസ്. അങ്ങനെ ക്രിസ്മസും വന്നു ഡിസംബറിൽ, ന്യൂ ഇയറും വന്നു. സ്പിൽമൻ ഇസ് കോൾഡ്, ഹംഗ്രി ആൻഡ് ലോൺലിയർ ദാൻ എനി വൺ ഇൻ ദ വേൾഡ്. ഇൻ ജാനുവരി ജർമൻസ് ലീവ് ദ സിറ്റി. അങ്ങനെ അവസാനം ജർമൻസ് ജാനുവരി ആകുമ്പോഴത്തേക്കും ഈ വാർസോ ലീവ് ചെയ്തു. ആൻഡ് ദ റേഡിയോ അനൗൺസസ് ദാറ്റ് വാർസോ ഇസ് ഫ്രീ. വാർസോ ഫ്രീ ആണ്, റേഡിയോയിൽ അനൗൺസ്മെന്റ് വന്നു. സ്പിൽമൻ പുട്ട്സ് ഓൺ ദി ജർമ്മൻ കോട്ട്. ആ ഓഫീസർ കൊടുത്ത ജർമ്മൻ കോട്ട് ഇട്ടിട്ട് ദി ഓഫീസർ ഗേവ് ഹിം ആൻഡ് ഗോസ് ഔട്ട്. പുറത്തേക്ക് ഇറങ്ങി. ഹീസ് എ ഫ്രീ മാൻ നൗ. പക്ഷെ പ്രശ്നം എന്താണ്? വുമൺ സീസും,
ഒരു സ്ത്രീ എന്താണ് ഇദ്ദേഹത്തിനെ കാണുന്നു, നമ്മുടെ സ്പെൽമനെ കണ്ടിട്ട് ജർമ്മൻ കോട്ടിട്ടില്ലല്ലേ അയാൾ പുറത്തിറങ്ങിയത്, അപ്പോൾ ഒരു ജർമ്മൻ ഓഫീസർ ആണെന്നൊന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്രീംസ് ജർമ്മൻ ആൻഡ് റൺസ് അവേ. അയ്യോ ജർമ്മൻകാരനാണെന്ന് പേടിച്ചിട്ട് അവർ ഓടിപ്പോയി. മാത്രമല്ല സോൾജിയർ ഫയേഴ്സ് അറ്റ്, ഒരു പോളണ്ടിലെ സ്വന്തം നാട്ടുകാരനായ പോളിഷ് സോൾജിയർ എന്ത് ചെയ്തു, ഒരു സൈനികൻ ഇയാളെ നമ്മുടെ സ്പിൽമനെ വെടിവെക്കാൻ തുടങ്ങി. ആൻഡ് ദ ഹോൾ ബിൽഡിംഗ് ഈസ് സറൗണ്ടഡ്, ഹോൾഡ് ബിൽഡിംഗ്, അയാളുടെ സ്പിൽമനുള്ള ബിൽഡിങ്ങിനെ അവർ സറൗണ്ട് ചെയ്തു സോൾജേഴ്സ്. ഇറ്റ് ഈസ് ആൻ അബ്സേർഡ് സിറ്റുവേഷൻ. ഹി മേ ബി ഷോട്ട് ബൈ ഹിസ് ഓൺ പോളിഷ് സോൾജേഴ്സ് ഓൺ ദ വെരി ഡേ ഓഫ് ഫ്രീഡം. ആ ഫ്രീഡം കിട്ടിയ ആ ദിവസം തന്നെ ചിലപ്പോൾ സ്വന്തം നാട്ടിലെ സോൾജേഴ്സ് ഇയാളെ ചിലപ്പോൾ കൊല്ലാനുള്ള അവസ്ഥയിലേക്ക് എത്തി. കാരണം അവർ വിചാരിച്ചെന്നാൽ ഇയാൾ ജർമ്മൻ കോട്ടട്ട് വന്നത് ജർമ്മൻ സോൾജർ ആണെന്നോ അല്ലെങ്കിൽ ജർമ്മൻകാരനാണെന്ന് വിചാരിച്ചിട്ട് അവർ വെടിവെക്കാൻ തുടങ്ങി. ഹി റൺസ് ഡൗൺ ദി സ്റ്റേഴ്സ് ഷൗട്ടിങ്, സ്റ്റേഴ്സിൽ ഇറങ്ങി ഓടി അയാൾ ഒച്ചമ്പളം ഉണ്ടാക്കാൻ തുടങ്ങി. ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്, ഷൂട്ട് ചെയ്യരുതേ, ഞാൻ ഒരു പോളണ്ടുകാരനാണെന്ന് പറഞ്ഞു. അറ്റ് ലാസ്റ്റ് ദി സോൾജേഴ്സ് ബിലീവ് ഹിം ആൻഡ് ടേക്ക് ഹിം ടു ദ ഹെഡ് ക്വാർട്ടേഴ്സ്. അവസാനം ആ സോൾജേഴ്സ് വിശ്വസിച്ച് ഇയാളെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി. 2 weeks later he walks freely through Warsaw for the first time in almost 6 years. 6 വർഷത്തിൽ ആദ്യമായിട്ടാണ് വാർസോയുടെ സ്വതന്ത്രനായി ഇയാൾ നടക്കുന്നത്. He looks towards the ghetto എന്ന് പറഞ്ഞാൽ ഒരു ചേരി നോക്കുന്നു. where 500,000 Jews were murdered. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 500,000 5 ലക്ഷം ജൂസ് ആ ഒരു ഗെറ്റോയിൽ, ആ ഒരു ചേരിയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഫൈൻസ് നത്തിങ് ലെഫ്റ്റ് ഓഫ്, അവിടെ ഒന്നുമില്ല ബാക്കി. വിത്ത് ഓൺലി ഡെത്ത് ബിഹൈൻഡ് ഹിം ഹി ഗോസ് ഓൺ ഹിസ് വേ ടു ബിഗിൻ എ ന്യൂ ലൈഫ്. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇയാൾ റെഡിയായി. അപ്പോൾ ഇത്രയുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് ഓർത്ത് വെക്കുക. ഈ ചാപ്റ്ററിലെ സ്പിൽമനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓഫീസറിൻ്റെ ക്വാളിറ്റീസ്, ഓഫീസർ കൈൻഡ് ആയിരുന്നു, അയാൾ ഭക്ഷണം കൊടുത്തു, അയാൾ കോട്ട് കൊടുത്തു, അയാൾ ജർമ്മൻ ആയെന്നുള്ള കാര്യത്തിനോട് അയാൾ അഷെയിംഡ് ആയിരുന്നു, അയാൾക്ക് നാണക്കേടായിരുന്നു. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പറ്റുമെങ്കിൽ ആ ഡയലോഗും കൂടി ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ എന്ത് ഡിസ്കോഴ്സ് വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആകെ എക്സാമിന് മുമ്പ് ഒന്ന് 2 വയസ്സിലിട്ടൊന്ന് കണ്ടേക്ക്. അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും മറക്കില്ല. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.